ക്രൂശിതനോടൊപ്പം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ മരണമൊഴികളെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനമാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് മൂന്നാമത് പറഞ്ഞ മരണമൊഴി കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനം. യോഹന്നാൻ ആ വചനം മുദ്ര വയ്ക്കുന്നത് വളരെ വളരെ തനതായ ശൈലിയിലാണ്. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിനെക്കുറിച്ചുള്ള റെഡംതോരിസ് മാത്തർ എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ ഒരു കത്തോലിക്കന് നൽകുന്ന നിർവചനം ഇതാണ്: ആരുടെ വീടിന് മുറ്റത്ത് മറിയം കാവലുണ്ടോ ആ കുടുംബമാണ് കത്തോലിക്കൻ്റെ കുടുംബം. നമ്മുടെ കുടുംബങ്ങളുടെ കാവല് അമ്മയുടെ കരങ്ങളിലാണ്. നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ വലിയ വെല്ലുവിളികൾ തെറ്റുകൂടാതെ നിർവഹിക്കാൻ ഈ ലോകത്തിലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ്. അപ്പോൾ മുതൽ അവളെ അവൻ സ്വഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. നമ്മുടെ ജീവിതങ്ങളിൽ അമ്മ കാവലായിരിക്കട്ടെ. KP അപ്പൻ എഴുതിയ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായ പുസ്തകമാണ്. മറിയത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണത്. ഒരു ഹൈന്ദവൻ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് എഴുതിയ പുസ്തകം അതീവ മനോഹരമാണ്. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്നറിയാമോ? മധുരമീ ജീവിതം. അദ്ദേഹം പറയുകയാണ്, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തേവര കോളേജിലെ CMI അച്ഛന്മാർ ആഘോഷങ്ങൾക്ക് തന്ന മിഠായിയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അത് വായിലിട്ട് അലിച്ചലിച്ച് അവസാനിക്കാറാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ആ മിഠായി അലിഞ്ഞു പോകരുതെന്ന്. മറിയം അങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുണ്ട്, മറിയത്തോട് ചേർന്ന് നിൽക്കുക. മറിയത്തെ മാതൃകയാക്കി നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുക. അമ്മ നമുക്ക് കാവലായിരിക്കട്ടെ. അമ്മയുടെ കരങ്ങളിലെ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധിയുടെ പുണ്യം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, ഏറ്റവും വിശേഷമായിട്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കണ്ണുനീര് കണ്ട അമ്മ ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലെ ദുരന്തങ്ങളിലെ ഇടപെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾ ഉപേക്ഷിക്കരുതേ. കാനായിൽ ഇടപെട്ടതുപോലെ, കുരിശിൻ്റെ താഴെ നിന്നതുപോലെ, യോഹന്നാൻ അമ്മയായി നീ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അമ്മ കാവലായിരിക്കണേ. അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കരുതേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം.